പിന്നെ ഇതിനകത്ത് എ ആർ റഹ്മാൻ്റെ മ്യൂസിക്, പാട്ടുകളൊക്കെ സൂപ്പറാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എവിടെയൊക്കെയോ ഒരു വെസ്റ്റേൺ അപ്രോച്ച് എവിടെയൊക്കെയോ ഫീൽ ചെയ്ത്, അതിൽ മറാഠ കിങ്ഡമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഡിഫറെൻറ്റ് മോഡിലാണ് എ ആർ റഹ്മാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നതെങ്കിൽ മുഗൾ എംപയർ കാണിക്കുന്ന സമയത്ത് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്നാലും ചില സീനുകളിലൊക്കെ വളരെ ഒരു ഡ്രാമറ്റൈസ്ഡ് ആയിട്ട് പോകേണ്ട സമയത്തൊക്കെ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പിടിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അതായത് മറ്റൊരു കമ്പോസർ, ഇപ്പോൾ കീരവാണിയൊക്കെ ബാഹുബലിയിലൊക്കെ ചെയ്ത പോലെ ആ ഒരു ട്രഡീഷണൽ അപ്രോച്ച് എ ആർ റഹ്മാൻ പിടിക്കത്തില്ല. എ ആർ റഹ്മാൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചറുണ്ട്, അദ്ദേഹം ആ റൂട്ടിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ അതൊരു ചെറിയ അപാകത എവിടെയൊക്കെ ഫീൽ ചെയ്തു. ഇത് കാരണം നമ്മൾ മറാഠ എംപയറിൻ്റെ ആ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രംസൊക്കെ വെച്ച് ഭയങ്കര ഒരു ആഘോഷമാണ് അവർക്ക്. അപ്പോൾ ആ ഒരു സാധനം എവിടെയൊക്കെയോ ഒന്ന് മിസ് ചെയ്തെങ്കിലും പാട്ടിലൊക്കെ അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഓവറാക്കാൻ എ ആർ റഹ്മാൻ ശ്രമിക്കത്തില്ല. വളരെ ഒരു മീറ്റർ പിടിച്ചുള്ള പരിപാടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് മോശമെന്ന് പറയാനില്ല, അത് നന്നായിട്ടുണ്ടായിരുന്നു.